ഈ എൻക്വയറി നിന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ചുറ്റുപാട് നിന്നും എതിർപ്പായിരുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അന്വേഷണം എന്ന പേരും പറഞ്ഞ് ഗുണ്ടായിസം കാണിച്ച് ഡിപ്പാർട്ട്മെന്റിന് വെറുതെ ചീത്തപ്പേരുണ്ടാക്കരുത്. ഇങ്ങനെ ഒരു അഡ്വൈസ് പ്രതീക്ഷിച്ച് തന്നെയാണ് സാർ ഞാൻ വന്നത്. കൈക്കൂലി അഴിമതിയും നടത്തി വാദിയെയും പ്രതിയെയും ഒരുപോലെ സേവിക്കുന്ന വലിയ സ്റ്റാഫ് ഉള്ളിടത്തോളം കാലം ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നന്നാവില്ല സാർ. നീ ഇരിക്കെ. മറ്റുള്ളവർ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. നീ നിന്റെ ഡ്യൂട്ടി ജെന്യൂനായിട്ട് ചെയ്യുക. പിന്നൊരു കാര്യം കൂടി, സീനിയർ ഓഫീസേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കാതെ എല്ലാം നീ തീരുമാനിക്കുന്നത് പോലെയാകണമെന്ന് പറയുന്ന നിന്റെ ആ പഴയ രീതി ഉണ്ടല്ലോ, അത് ശരിയല്ല. ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസിപ്ലിനെ തന്നെ അത് ബാധിക്കും. സാർ ഞാൻ പറയുന്നത്, നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നൗ ഡു വാട്ട് ഐ സേ. നിന്റെ ശുണ്ഠിയും ചൂരും ധാർഷ്ട്യവും ഒക്കെ ഒന്ന് മയപ്പെടുത്തി എല്ലാവരുമായി ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. ഞാൻ കോപ്പറേറ്റ് ചെയ്യാം സാർ. പക്ഷെ ഔട്ട് ഓഫ് ദ വേയിൽ എന്തെങ്കിലും കണ്ടാൽ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റും? ആരുടെയും മുഖത്ത് നോക്കാതെ ഹോണസ്റ്റായി ഡ്യൂട്ടി ചെയ്യണമെന്നല്ലേ സാർ തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടായി ഈ കേസ് നിന്നെ തന്നെ ഏൽപ്പിച്ചത്. വെള്ളാമയെ പിടിക്കാൻ ഉള്ളാടൻ തന്നെ വേണമെന്ന് പഴമൊഴിയുണ്ടല്ലോ. ആ പിന്നെ ഡിപ്പാർട്ട്മെന്റ് നിനക്കിട്ടൊരു ഓമന പേരുണ്ടല്ലോ, അടിയോടടി. അതൊന്നും മാറ്റിയെടുത്ത് അച്ഛന്റെ പേര് കളയാതെ അടിയോടിയിൽ തന്നെ നിന്നാൽ മതി. സാർ അത് വെറുതെ അസൂയക്കാർ. എന്തായാലും എന്നെ അറിവിന്റെ അക്ഷരം പഠിപ്പിച്ച അടിയോടി സാറിന്റെ മകനായതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. എനിവേ ഓൾ താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. താങ്ക് യു സാർ. ഇതാണ് ഞാൻ പറഞ്ഞ എസ് ഐ മാത്തുക്കുട്ടി. ഹി വിൽ അസിസ്റ്റ് യു. മാത്തുക്കുട്ടി ആനമുടിയും സറൗണ്ടിങ്സും നന്നായി അറിയാവുന്ന ആളാ. എന്റെ മദറിന്റെ നേറ്റീവ് പ്ലേസ് ആണ് സാറേ ആനമുടി. സാറ് കേട്ടിട്ടുണ്ടാവും മണവാളൻ ജോസഫ്. അതെ, സിനിമാ നടൻ മണവാളൻ ജോസഫ് അല്ല, അഡ്വക്കേറ്റ് മണവാളൻ ജോസഫ്. അദ്ദേഹത്തിന്റെ മകളാണ് എന്റെ മദർ. ആ മദറിന്റെ മകനാണ് ഞാൻ. മതി 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 മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.